നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ മോൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നില്ല. അതെന്തായാലും ദേവി അത് നടത്തിത്തരും. അമ്മയുടെ കൊച്ചുമോന് എത്രയും വേഗം അസുഖം ഭേദാവും. അമ്മ സമാധാനമായിട്ട് പോയിക്കോളൂ. മോളും വാ എന്നോടൊപ്പം. എനിക്കിനിയും പ്രദക്ഷിണം ബാക്കിയുണ്ട്. അതിനി വേണ്ട മോളെ. ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദേവി കേട്ടു. അത് നടത്തിത്തരും. ഇന്നിനി ഇത്രയും മതി. ഒരുപാട് ക്ഷീണിച്ചു കാണും. ഇല്ലമ്മേ, എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞാനിത് പൂർത്തിയാക്കും. അമ്മേ മഹാമായേ, അമ്മേ ഭഗവതി ദേവി, തിരുമേനി, അതാരാ തിരുമേനി? അറിയില്ലേ? അത് പത്മനാശ്രമത്തിലുള്ള മഹാസിദ്ധിയുള്ള ഒരു സന്യാസിയാ, കൈവല്യാനന്ദ സ്വാമികൾ. ഹിമാലയത്തിലൊക്കെ തപസ്സനുഷ്ഠിച്ചിട്ടുള്ള സ്വാമികളാ. എല്ലാ പൗർണമി നാളുകളിലും ഇവിടെ എത്തി ആവശ്യക്കാർക്ക് മരുന്നുകൾ കൊടുക്കും. അതും ഹിമാലയത്തിലൊക്കെ ഉള്ള അപൂർവ ഔഷധങ്ങളാ. ബാക്കി ദിവസങ്ങളിൽ പത്മനാശ്രമത്തിലുണ്ടാവും. എന്താ മോളെ, എന്താ നിന്റെ ആവശ്യം? സ്വാമി, ഈ മനോരഞ്ജിത എന്നൊരു പുഷ്പത്തെ പറ്റി സ്വാമിക്ക് അറിയാമോ? അതൊരു അപൂർവ ഇനം പുഷ്പമാണല്ലോ. എന്തിനു വേണ്ടിയുള്ളതാണ് ആ പുഷ്പം? അത് ഔഷധമാണോ? ഒരു സംശയവും വേണ്ട. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ആ പുഷ്പത്തിന്റെ പേരിൽ തന്നെ അതെന്തിനുള്ളതാണെന്ന് വ്യക്തമാണല്ലോ. മനോരഞ്ജിതം, മനസ്സിനെ രഞ്ജിപ്പിക്കുന്നത്, മനസ്സിന്റെ അസുഖങ്ങൾ മാറാനുള്ള മരുന്ന. സ്വാമി, അതെവിടെയാ കിട്ടുക? പണ്ട് മരുന്നുമല എന്നൊരു സ്ഥലം ഈ കാടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പൗർണമി നാളിലെ ഈ പുഷ്പം കിട്ടും. നാഗമാണ് പുഷ്പത്തിന് കാവൽ നിൽക്കുന്നത്. നിർമ്മലമായ മനസ്സും ഉറച്ച ഇച്ഛാശക്തി ഉള്ളവർക്ക് മാത്രമേ ആ പുഷ്പം ലഭിക്കൂ. നാഗത്തിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ആ പുഷ്പം പറിച്ചെടുക്കാനാവൂ. അങ്ങനെയല്ലാതെ നിഷ്ഠയില്ലാതെ ഒരാൾ ആ പൂവിന് സമീപിച്ചാൽ അപകടമാണ്. നാഗദർശനം വരെ സംഭവിക്കാം. സ്വാമി അച്ഛൻ എടുക്കുന്നില്ലല്ലോ. ഇന്ന് പൗർണമിയാണ്. മനോരഞ്ജിതൻ തേടി ഞാൻ തന്നെ പോയല്ലോ. അമ്മേ ദേവി, നാഗദൈവങ്ങളെ എന്നെ കാത്തോണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.